എന്താ ചിത്രാഗം ബ്രോ എടാ അവൻ നീ ഇടിച്ചതിന് പ്രശ്നം യവൻ നല്ലൊരു പ്രൊഡക്റ്റ് ആവണം നീ ഒന്നുകൂടെ നീ നല്ലൊരു പ്രൊഡക്റ്റ് ആവണം നല്ലൊരു ബ്രോ ഹലോ 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 അതുകൊണ്ടാ കേട്ടോ ഹലോ ബ്രോ കേക്കോ ബ്രോ ഹലോ ഹലോ ബ്രോ പാവപ്പണ്ണി ഹലോ പാവപ്പണ്ണി ഹലോ പാവപ്പണ്ണി കൈ പാവപ്പണ്ണി എടാ പാവപ്പണ്ണി എടാ ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലേ എന്താ പ്രശ്നം എന്താ എടാ പാവപ്പണ്ണി കേക്കാവോ പാവപ്പണ്ണി എടാ പാവപ്പണ്ണി എടാ കേക്കാവോ എന്താണ് ഇപ്പൊ പാവപ്പണ്ണി ശബ്ദം കേട്ടെ എടാ പാവപ്പണ്ണി കേക്കാവോ കേക്കുന്നില്ലേ കേക്കുന്നില്ലേ ആ അത് വലിയ പ്രശ്നമാണ് ചെവിയിലാരെല്ലാം എന്തിനും ഒഴിച്ചു കാണും മനസ്സിലായതിന്റെ ഇന്നേതെങ്കിലും മാമന്മാരോട് വർക്കിന് പോയോ ഇപ്പൊ ചെവിയിലൊക്കെ ഒഴിക്കുന്ന പുതിയ ട്രെൻഡാണ് ബ്രോ അതുകൊണ്ട് ചോദിച്ചാ ഇപ്പൊ കേക്ക് കുറച്ച് കഴിയുമ്പോൾ കേൾക്കും ബ്രോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉപ്പുളത്തിൽ പോയെന്ന് ചെവി കേട്ടോ വായില് അവന് വായിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പറ്റത്തില്ലടാ രാത്രിയൊക്കെ അല്ലേ അവന് വായിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല എന്താണ് പെട്ടെന്ന് എന്താടാ വായു നിർന്ന് പെട്ടെന്ന് താഴോട്ട് വന്നത് എന്താടാ എന്താ നീ പെട്ടെന്ന് വായു നിർന്ന് താഴോട്ട് വന്നത് അയ്യോ സോറി സോറി അത് അറിയാതാണ് നമ്മള് തല്ലി നമ്മൾ വയലൻസിന് നമുക്ക് താല്പര്യമില്ല ബ്രോ ആ പറഞ്ഞോ എന്ത് ആ നിനക്ക് വയ്യെന്ന് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എന്തിട്ടാ പ്രശ്നം എന്ന് പറഞ്ഞാ പ്രശ്നം ഒന്ന് പ്രശ്നം എന്ന് പറഞ്ഞുതരും ബ്രോ ഞാൻ ഇപ്പൊ സോൾവ് ചെയ്യാം പ്രൊഡക്റ്റീവ് ഒക്കെ പറഞ്ഞുതരാം ബ്രോ ഹലോ ബ്രോ എന്താണ് പ്രശ്നം പറ വണ്ടി തട്ടി എന്റെ ഞാനാണ് വണ്ടി ഓടിച്ചത് പറ ബ്രോയ്ക്ക് എന്താണ് പ്രശ്നം എന്താണ് ബ്രോയാണ് ചത്തേന്ന് അറിഞ്ഞൂടാ ബ്രോ ആണ് ചത്തെങ്കിൽ വന്നിട്ട് മാനിട്ട് സംസാരിക്കല്ലോ ബ്രോ എന്നെ ഇടിച്ചു ഒന്ന് ഞാൻ ആദ്യം സംസാരിച്ചായിരുന്നു എന്നോട് എപ്പോ സംസാരിച്ചു അതാ ചോദിച്ചു സംസാരിച്ചില്ലല്ലോ ബ്രോ എന്നോടല്ല സംസാരിക്കേണ്ടത് ബ്രോ അഴക്കായി കഴിഞ്ഞല്ലേ കേറി ബ്രോ ഞാൻ പറട്ടെ വണ്ടി ആകുമ്പോ തട്ടുമുട്ടൊക്കെ ചെയ്യും ബ്രോ 10 മിനിറ്റ് ഒന്നും ചത്ത് കിടന്നില്ലല്ലോ അപ്പൊ തന്നെ പൊങ്ങിയില്ലേ പൊങ്ങിയല്ലോ പിന്നെന്താ ഇതെണ്ണം പിന്നെന്താ പ്രശ്നം ഞാൻ പറഞ്ഞു ബ്രോ ശ്രദ്ധിച്ച് ഓടിക്കുന്നു പറഞ്ഞപ്പോ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോ നീ സ്റ്റിയറിംഗ് കടിച്ചു പിടിച്ചിരിക്കും പോടാവുന്ന ഞാൻ എന്നെ തോന്നിയ രീതിയിൽ ഓടിക്കും മനസ്സിലായോ നീ ആരാ എന്നെ പഠിപ്പിക്കാനായിട്ട് മനസ്സിലായോ ഞാൻ തോന്നുന്ന രീതി ഓടിക്കും ഇനി നാളെ സിറ്റിയിൽ എവിടെ നിന്നെ കണ്ടാൽ നിന്റെ നെഞ്ചത്തോടെ ഇനി ടയറിട്ട് ഓടിക്കുന്നുള്ളൂ കൂടെ 1-2 പേരില്ല എല്ലാവരും കടിച്ചിരിക്കട്ടെ എന്ത് കൂടെ കുറെ പേരൊക്കെ ഉണ്ട് മനസ്സിലായോ നിന്നെ പോലെ ആരും ഇല്ലാത്തവനല്ല മനസ്സിലായോ ഒറ്റയ്ക്ക് നിനക്ക് നിന്നോട് സംസാരിക്കാൻ വരുത്തണുണ്ടോടാ എന്നോട് ഉണ്ടാ എന്നോട് എനിക്കേണ്ട എന്റെ അനിയന്മാരുണ്ടാ എടാ ആടാ തൊട്ടു നോക്കടാ നീ എന്നെ ഇവിടെ പേടിച്ചിട്ടോ നീ എന്നെ തൊടാ നീ എന്നെ ഒന്ന് ഇവിടെ വിളിച്ചാ ഉമ്മാരുടെ മുമ്പ് വെച്ചിട്ട് തൊട്ടു നോക്കടാ നീ മനസ്സിലായോ എടാ നീ എന്നെ തൊട് നീ എന്നെ ഇത്ര വേറെ ഫ്രണ്ട് ഞാൻ പറയാം തൊടറാ എന്നെ തൊട്ടു നോക്കണ നീ തൊട്ടു നോക്കണ നീ ആ ഞാനാ കൊന്ന ഗണ്ണോടൊക്കെ വെടി വെച്ചു അതിന്റെ ഇടയ്ക്ക് ഇല്ലല്ലോ വെടിയൊന്നും വെച്ചില്ല ഇടിച്ചു കൊന്നടാ ഈയടാ വണ്ടി കേറി ഇതെന്താണ് ഓർത്ത് വരട്ടെ അപ്പൊ ഓർത്ത് വരട്ടെ നിന്നെ കൈ പോലും വെക്കാത്ത എന്താ അറിയാ മനസ്സിലാണ ഹോസ്റ്റേ എടുക്കണോ വേണ്ട വിട്ടേരാ ഇപ്പൊ ഇത് എല്ലാത്തിനും തൊട്ടൊരു പിടിച്ചൊരു ഹോസ്റ്റേ വേണ്ട നമുക്ക് ഇവനാണ് സാറേ ഇത് നമ്മുടെ ഔദാര്യം കേട്ടാ അല്ലല്ല നമ്മൾ കൊടുക്കുന്നേ നമ്മുടെ അവതാരത്തിലാണ് ഇവൻ ജീവിക്കേണ്ടത് ഇവ ആലോചിക്കണം ഇവ എടാ
സാർക്ക് നിനക്ക് ഒരാൾ ഇതുപോലെ അവതാരം തരുവാണ് ഞാൻ എപ്പോഴേ തൂങ്ങത്തില്ല ഞാൻ പിന്നെ ജീവിക്കത്തില്ല ഇനിയാണ് നീ നിന്റെ ലൈഫിലെ നാണം കെട്ട ജീവിതം ആറുപേരായിട്ട് നടന്നോ ഇല്ലെങ്കിൽ അയ്യോ നിന്നോട് ആരും ഇല്ലാത്തോണ്ടാവണാ അല്ലല്ല ഒറ്റ അല്ലല്ല ഒറ്റ നീ ഗ്യാങ്ങിലുണ്ടോ നീ ഗ്യാങ്ങിലുണ്ടോ ഇത്ര ഗ്യാങ്ങിലുണ്ടോ ഏത് ഗ്യാങ്ങിലാ നീ ബെറ്റർ അവിടുന്ന് ഇറങ്ങിക്കോ നിന്നെ തൊട്ടിട്ട് പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നില്ല മനസ്സിലായോ അപ്പൊ മനസ്സിലാക്കണം നീ നിനക്ക് അവിടുത്തെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് മനസ്സിലായടാ മനസ്സിലായ നീ അവിടെ നിന്ന് മനസ്സിലാക്കിയോ എടാ പേടിച്ചിട്ട് എന്തിനാണ് ഞാൻ 10 പേരായിട്ട് നടക്കുന്നേ എടാ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ റെഡിയാണ് മനസ്സിലായ എന്റെ കൂടെ നടക്കുന്ന എന്റെ അനിയന്മാരാണ് മനസ്സിലായ നിന്റെ കൂടെ ഇപ്പൊ 10 പേര് വരാത്തേ നമ്മുടെ കുഴപ്പമല്ലല്ലോടാ നിന്റെ കൂടെ നടക്കാത്ത മനസ്സിലായില്ല നിന്റെ കഴിവുകളാ നീ ആദ്യം മനസ്സിലാക്കണം ഒന്ന് കൈ വെക്കടാ നമുക്ക് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അക്സെപ്റ്റ് ചെയ്തോ ഞാൻ പോയതല്ല പുള്ളിക്ക് പോസ്റ്റ് എടുക്കറിയാം ഇതെങ്ങനെയാണ് മാറ്റുന്നത് ഗ്യാങ്സ് റീലോഗ് ഉണ്ടോ അതല്ല വെയിറ്റ് ഒറ്റ മിനിറ്റ് ആരും മിണ്ടല്ലേ വെയിറ്റ് അവനോട് പോയി ഇല്ലടാ വേറെ 2 വട്ടം റെഫ്രഷ് അടിച്ചു എടാ ഞാൻ എടാ BNB മോനെ നീ പറഞ്ഞ നീ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന റോക്കി ബായ് എന്നല്ലേ പറഞ്ഞേ റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ ഇത് എടാ ഓസ്റ്റേ എടുക്കുമ്പോ ഇത് റിഫ്രഷ് അടിക്കുന്ന റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ എടാ നിങ്ങൾ വേറെ വണ്ടിയോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ചെയ്ത് ഞാനില്ല അതാദ്യം മനസ്സിലാക്കി സംസാരിക്കും ചുമ്മാ ഈ മാസം അടിച്ചിട്ട് കയറ്റിട്ട് അങ്ങനെ പോണേന്ന് നിന്റെ പേരെന്താ അല്ല നിന്റെ പേരെന്ന് പറഞ്ഞേ ഷാഗി ഇത് ഷഡിയോ ഷഡിക്കണോ എന്താടാ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് നീ തെളിച്ചു പറ നിന്റെ വായിൽ മനസ്സിലായോ നിന്നെ ഹോസ്റ്റ് എടുത്തേക്കല്ലേ ഓ ഇതല്ലാതെ തിരിച്ച് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റില്ലല്ലോ ഓക്കെ എടാ ഇത് എവിടെ റീലോഗ് അടിക്കുന്നതാണോടാ ഇല്ലില്ല അത് റീലോഗ് വെക്കണം ഇത് റീലോഗ് വെക്കാൻ മാറും അല്ല ഇവനെ കൊന്നൊന്നും വിടണടാ ഇവനെ ഓർത്ത് വിടണം ഇവൻ ഇതടുത്ത് ദുഃഖിക്കണം മനസ്സിലായോ അപ്പം മിസ്റ്റർ റോക്കി ബായ് ഇത് എത്ര പേരെ കൊന്നു പറ മറ്റേ ഡയലോഗ് പറ ഇന്നത്തെ ദിവസത്ത് കഴിഞ്ഞിട്ട് പറ ഇത് എത്ര പേരെ കൊന്നു പറ നിങ്ങൾ റോക്കി ബായ് അല്ലേ മോൺസ്റ്റർ ഒറ്റയ്ക്ക് വന്നല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു നീ എടാ ഒരു വളി പോലും വിടാനുള്ള ആവതില്ല നിനക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന് അവൻ വന്നേക്കുന്ന അവന്റെ മനസ്സിലായി BNB-ക്കാർക്ക് എന്തേലും കിട്ടിയതല്ലേ എടാ ഞാൻ പറട്ടെ നീ മാസം അടിക്കുന്നോളം കാലം മനസ്സിലായി നീ ഇവിടെ നിൽക്കേണ്ടി വരും അത് നീ ആലോചിക്കേ
നിന്റെ മാസൊക്കെ മറ്റേ അങ്ങ് നറാച്ചിയില് മനസ്സിലായി നിന്റെ മാസൊക്കെ അല്ല ഇതിന്റെ BNB പാൽക്കുപ്പികൾ വരുമ്പോ ഉണ്ടല്ലോ അവന്മാരുടെ ഫ്രണ്ടിൽ കാണിക്കേ ഇതൊക്കെ അപ്പൊ എങ്ങനെ മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരുന്ന് നീ സ്വന്തം സാമാനം കടിക്കും അപ്പൊ കുറച്ച് മാസം ബീജമിട്ട് വരാം നിനക്കൊരു ബീജമിട്ട് വരാം രാവണ പവന പത്തയിലിക്കട പവന പവന ഒലക കടവ നീ ഓസ്ട്രേലിയാണ് മനസ്സിലായ എടാ ഞാൻ പറഞ്ഞേ എടാ എന്താ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവണേ SRK TV അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുള്ളൂടാ എന്താ എന്റെ പേരെന്തായിരുന്നു അതിന്റെ മറ്റേ TV ഇങ്ങനെ കൗണ്ടർ അടിക്കുന്ന പരിപാടി ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ബ്രോ ഇന്റർവ്യൂ ചെയ്ത് കൗണ്ടർ അടിക്കുന്ന പരിപാടിക്കല്ല നിന്നോട് കൊണ്ടുവന്നേ ഓസ്ട്രേലിയ പാഞ്ചിച്ചട്ട് ഊറാ പന്ന മനസ്സിലായില്ലേ ഹലോ ദൈവം കാണുന്നുണ്ടെങ്കിൽ റീലോഗ് ബഗ്ഗാണേ ഞാൻ പറട്ടെ അമ്മ റേഡിയോ കണ്ടിരുന്ന ഏതാ 43 ഓക്കെ വരുന്നു ഹലോ ബ്രോ ഹലോ കേക്കാവോ നിങ്ങളുടെ റോക്കി ബായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് പുള്ളി ഇപ്പൊ കക്കൂസ് കഴിക്കാൻ പോവാണ് ഇപ്പൊ ഇച്ചിരി ബിസിയാണ് എന്ത് പറ്റി നിങ്ങൾ എന്ത് പറ്റി വിളിച്ചത് എന്ത് പറ്റി പിന്നെല്ലാം നിങ്ങളുടെ റോക്കി ബായിക്ക് എന്ന് പറഞ്ഞാ മോൺസ്റ്റർ ആണ് പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് മനസ്സിലായോ ബാക്കിയുള്ളവരായിട്ട് എല്ലാവരായിട്ടും സംസാരിക്കണം കൊണയടിക്കണം പുള്ളി എന്ന് വെച്ചിട്ട് പുള്ളിക്ക് 1v1 ആണ് പുള്ളിക്ക് വേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു നോക്കട്ടെ TV ഗ്യാങ്സിന്റെ പോച്ച വെട്ടിക്കൊണ്ടിരിക്കുന്നു ബ്രോ അപ്പം നമുക്ക് ഇത് ഇപ്പൊ ഓസ്ട്രേലിയ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കോണ്ടാക്ട് ചെയ്താൽ പോരെ കണ്ടീഷൻ ഒന്നുമില്ല ബ്രോ ഇവനെ വെറുതെ വിട്ടേക്കാം ഒരു 10 മിനിറ്റ് ഇവൻ മര്യാദയ്ക്ക് ഫിയർ കാണിക്കുകയാണെങ്കിൽ ഇവനെ വെറുതെ വിട്ടേക്കാം നിങ്ങളുടെ കൂടെ ഉള്ളവൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഫിയർ കാണിക്കാനും പറയണമായിരുന്നു ഇവന് ഫിയർ ഉള്ള ഇവൻ കുറെ നേരം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് 5 മിനിറ്റ് ആയി ബ്രോ എടാ മോനെ ഷഡ്ഡി എടാ റോക്കി 43 റേഡിയോട്ടൊന്ന് കയറിയാ റോക്കി അവൻ്റെ പറഞ്ഞിട്ടുണ്ടോ കണ്ണാപ്പി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യടാ കണ്ണാപ്പി ഒരു മിനിറ്റ് വെയിറ്റ് നോക്കട്ടെ നീ ഞാൻ ഇടുന്നതിനകത്ത് കേറാൻ പറ്റുമോ സൂപ്പർ താരി വന്ന് തല്ലിയത് വഴിന്ന് പോലെ ഇരണങ്ങട്ടടിയെല്ലാം എനിക്ക് തന്നെ ഹലോ കേക്കാവോ ഹലോ ബ്രോ നിങ്ങളുടെ ബ്രോ ഷാഗിയുടെ അടുത്ത് ഇത് നിങ്ങളുടെ റോക്കി ബായുടെ അടുത്ത് മെസ്സ് അടിക്കാതെ മര്യാദയ്ക്ക് ഹോസ്റ്റായിട്ട് നിൽക്കാൻ പറ ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും 30 മിനിറ്റ് ഇവിടെ നിൽക്കും അവനെ കൊന്നേ വിടത്തുള്ളു ഇപ്പൊ ആണെ കൊന്നും വിടത്തില്ല എന്താന്ന് ചേച്ചി എന്താ ഹലോ കൂടുള്ളവനെ പറഞ്ഞു വിടറാടാ എന്താടാ ഇത് മോനെ റോക്കി മാമിന്റെ ആ പോച്ച ഒന്ന് എത്തിയേ റോക്കി പൈപ്പ് വിട്ടേ നീ റേഡിയോ ഡ്രോപ്പ് ചെയ്തോ പറയുന്നോട്ട് നീ കേട്ടാ മതി ആ ബോബിയേട്ടാ അതൊന്നും എടുക്കാനില്ലാത്ത കുടുംബത്തിലുള്ള കൊടുത്തരും ഫുൾ ഫോം നീ ഇവിടെ ഗ്യാങ് ഹൗസിൽ ഒന്ന് കാണിച്ചു തന്നപ്പോ മനസ്സിലായി
വളിയ വീട്ടിൽ മനസ്സിലായിരുന്നത് അന്ന് ഇന്ന് നീ വിട്ടപ്പോ മനസ്സിലായിട്ടാ വേട്ടാവളിയൻ പറയട്ടാ എ ക്ലാസ് ഇന്നിപ്പം ഇപ്പൊ ഇവിടെ ഒന്ന് കാണിച്ചൊന്നുമല്ല അത് പ്രോപ്പർ സിറ്റുവേഷൻ മാന്യമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു അവന്റെ പ്രൊഡക്ഷൻ ഇത് അവന്റെ പ്രൊഡക്ടിവിറ്റി അറിയണമെന്ന് ഞാൻ വണ്ടി കറക്റ്റ് ഓടിക്കാൻ വേണം പിള്ളേരെ കേട്ടെ നമുക്ക് ഗിരി റോൾ ഇല്ലല്ലോ ഇതില് സ്വന്തമായിട്ട് ഒന്നും ഇല്ലടെ ഇപ്പൊ എനിക്കിപ്പോ എടാ നിങ്ങള് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരാളെ വന്നില്ല കേസ് നമ്മളത് പ്രോപ്പറായിട്ട് എടുക്കും മനസ്സിലായോ മിസ്റ്റേക്ക് നോക്കുകയാണെന്ന് ആലോചിച്ചേ നമ്മളെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു മിസ്റ്റേക്ക് പറ കണ്ണന്റെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് പറ ഇനി എന്താ നമ്മൾ പറയും അത് ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഇനി മിണ്ടി കഴിഞ്ഞാ ഇവിടെ ഇഷ ഞാൻ കക്കൂസ് തൊട്ട് കഴിയേണ്ടി വരും. ഇപ്പൊ നിന്നെ കക്കൂസ് കഴിക്കാൻ ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി നീ ഇവിടെ നിന്ന് ബസ് അടിച്ച് റോക്കി ബായ് കളിക്കാനാണെങ്കിൽ KGF 3യുടെ ഷൂട്ടും കഴിഞ്ഞ് KGF 3 റോക്കി ബായ് മരിക്കുന്ന സീനിലാണ് കാണിക്കുന്നത്. ഇല്ല ഇല്ല നമ്മൾ ചോദിക്കുന്നതിന് മാത്രം നിന്റെ തറുതല ഇവിടെ വേണ്ട മനസ്സിലായ. അതൊക്കെ നിന്റെ മറ്റേ VNV വളിവീട്ടി കുടുംബത്തി മനസ്സിലായ. നിന്റെ വളിവീട്ടി കുടുംബത്തി മതി ഇത് ആ ബസ്സൊക്കെ ഇവിടെ വേണ്ട. പറയണത് കേട്ടാ മതി. അബദ്ധ വെച്ചാ വെടി പോവും. ഹലോ ഹലോ കേക്കാവോ? ജുഗ്രു എന്താണോ ജുഗ്രുവേ ഓടറാ കൊട്. നിനക്ക് എന്താ കണ്ടുകൊണ്ടോ ഹോസ്റ്റേജ് അവനടാ പോയി ഹോസ്റ്റേജ് ആ എന്ത് എടാ നിനക്ക് എന്താ മുട്ടി ഇത്ര ബുദ്ധിമുട്ടാണോ? എണീറ്റ് നിന്നാണോ പണിയെല്ലാം? മുട്ടിയിരടാ ജുഗ്രു പ്രൊഡക്ഷന്റെ കേസൊക്കെ ചോദിക്കണ്ട. പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ഷൻ അതൊന്നും അത് ഞാൻ കേട്ടില്ല. ഞാൻ ഇല്ലായിരുന്നല്ലോ പറഞ്ഞു. നീ കാണിക്കുന്ന ഓരോ മാസിനും ഇവിടെ നിൽക്കും. നിന്റെ ജീവിതം ഇനി ഇവിടെ എല്ലാത്തിന്റെ അടുത്ത് കിടക്കുമ്പോ പലതും വിടും മനസ്സിലായോ? ഒരാൾക്കൊരു തെറ്റിട്ട് കഴിഞ്ഞാൽ സ്പോട്ടി മാറ്റുമല്ലോടാ. നീ അത് വെച്ച് ഇങ്ങനെ കുറച്ചേരം നിന്നല്ലോ. എന്താ ഫ്രെയിം വേണമായിരുന്നോ നിനക്ക്? എടാ ഷഡ്ഡി റോക്കി ബ്രോ എന്റെ ഒരു കണ്ണാബി ബ്രോ. എന്തായാലും കൗണ്ടർ അടിയടാ റോക്കി കൗണ്ടർ അടി. നല്ല ഈഗോ ഉണ്ടല്ലേ? കാരണാടാ സംഭവം പട്ടിക്കിടുന്ന പേരിലാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. റോക്കി അതല്ലടാ പട്ടിക്കിടുന്ന പേരിൽ അവന് കിട്ടിയേക്കുന്നത് ഇപ്പൊ. റോക്കി ഈഗോ വരായിരിക്കും അവനിപ്പം. റോക്കി അല്ല ഇങ്ങനെ ഹോസ്റ്റേജ് അനുസരിക്കണ്ടോ? എന്നിട്ടാണ് 10 പേരുടെ മുമ്പിൽ നിന്ന് മാസ് അടിച്ച് ഡയലോഗ് കയ്യിലാരാ ഗ്യാങ് മെമ്പറാ? പഠിച്ചാണ് പറഞ്ഞാല് അതൊക്കെ നിങ്ങള് ട്വിൻസ് പോലെ ഉണ്ട് കേട്ടോ. എടാ മറ്റേ ഇത് സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയലടാ. മറ്റേ ക്യാരക്ടർ ഇതാണ്. റേഡിയോ പറയണല്ലേ?
എടാ സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയല്ലേ, അത് ക്യാരക്ടർ ഡൗൺ റേഡിങ് അങ്ങനത്തെ ഒരു സാധനം, അതൊന്നും പറയല്ലേ, പട്ടിയാക്കുന്ന കണക്ക്. നിനക്കത് ആ നിനക്ക് മേളില് ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? പറഞ്ഞുതരാം എനിക്ക് വായിക്കാൻ അറിയാം. ഒന്ന് വായിച്ചു കേക്കട്ടെ. പോയിട്ടില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അവന് നേരത്തെ പോ. റോക്കി ഭായ് സ്വർണ്ണ കട്ടകളി മരിച്ചു, നീന്ന് സ്വർണ്ണ തീട്ടത്തി മരിക്കും. നീന്ന് മഞ്ഞ തീട്ടത്തി മരിക്കും, നീന്ന് കടലി. ഏതാ ഇവൻ ഈ കൊണ കൊണ്ടാണ് ഇവന് ഹോസ്റ്റ് എടുത്തോണ്ട് വന്നത്. എടാ അതല്ല, എടാ അത്രയും എടാ നിനക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഡിഫറൻസ് നമ്മളെ തമ്മിലുള്ള മനസ്സിലായോ? നിന്നെ അവിടെ വെച്ച് നിന്റെ അടുത്ത് സംസാരിച്ചപ്പം മാന്യമായിട്ട് ആദ്യം സംസാരിച്ച്, മനസ്സിലായോ? ആര്? നമ്മള് വളരെ മാന്യമായിട്ട്, മനസ്സിലായ? രണ്ടാമത് നിന്നെ റിവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു, മനസ്സിലായ? എന്നിട്ട് അല്ല പറയണേക്ക് നിന്റെ സംസാരത്തിനാണ് തിരിച്ചങ്ങനെ മറുപടി വന്നത്, മനസ്സിലായ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നീ പറയുന്ന കേൾക്കാനാ നമ്മള് കൊണ്ടുവന്നേക്കുന്നത്. രണ്ടാമത് വീണ്ടും എണീറ്റ് വന്ന് മാസം അടിച്ചതിനാണ് ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായ? വിഷമമുണ്ട്, അവന് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കരുത് അല്ല 10 പേരോട് അടിക്കാൻ വരത്തില്ലെന്നൊക്കെ. ഇനി 10 പേരോട്ട് ഇതിന്റെ 7 അയലത്തെ കണ കണ്ടു കഴിഞ്ഞാല, മനസ്സിലായ? അപ്പം എടാ പിന്നെ പേര് ഹലോ ബ്രോ, ഹലോ കേക്കോ? ഹലോ എടാ നീ നേരത്തെ മുതുക്കിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക എന്നെ ഒറ്റ ഈ ടോണിലല്ലായിരിക്കും. ഈ ടോണൊക്കെ നമ്മള് പറയാം, നീ മിണ്ടരുത്, നീ പറയരുത് ബ്രോ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ടോൺ പറഞ്ഞുതരാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ബ്രോ, നിങ്ങൾ ഇത്രയും പോലെ നിന്നെ പോലെ ആളെ വിളിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ നിന്നെ ഇപ്പോൾ ഹോസ്റ്റേ ആക്കി വെളിയിൽ വിടും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് വന്ന് നമ്മളെ അടിക്കണം. ഇത്ര പേര് നീ ആളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ, അത് നീ ഒറ്റയ്ക്ക് വരണോ? എന്താ പറ്റൂടാ? പറ്റുമോ? നീ മുതുക്കി പറഞ്ഞ വാക്കതാണ്. ഒറ്റയ്ക്ക് പാടാ, ഒറ്റയ്ക്ക് വഴി വിട്ട് വന്നവനാടാ നമ്മളെല്ലായിടത്തും എല്ലാരുമായിട്ടല്ലല്ലോ പോണേ. നീ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തെറ്റാണ്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അത് ഞാനും പറയട്ടെ. ഇപ്പൊ ഒരു 6 കളിക്കാൻ പോകുമ്പോ 5 പേര് 6 പേരായിട്ടല്ലല്ലോ പോണം, അത്രേ ഉള്ളൂ. ഓരോ സാഹചര്യത്തിലും. അപ്പൊ അത് നീ പറയേണ്ട ആവശ്യം എന്താ? അപ്പൊ നീ അത് അവിടെ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യം എന്താ? 5 പേര് ഇങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് വന്നപ്പോ എന്തിനാ പേടിയാണോ ചോദിച്ചത്? ഒറ്റയ്ക്ക് വരെ എന്തുവാ നീ ഗ്യാങ് ആണോ? ഉത്തരം പറയണ്ടേ ഇതിന്? അതിന് കൂടെ ഗ്യാങ്ങിന്റെ കൂടെ നീ ഗ്യാങ് ആണോ? അപ്പൊ ഞങ്ങളും ഗ്യാങ്ങാ. അപ്പൊ ഞങ്ങളെ കൂടെ ആൾക്കാർ കൂടെ നടക്കും. നിന്റെ ഗ്യാങ് ആയിട്ട് നിന്റെ കൂടെ ആൾക്കാരില്ലെങ്കിൽ അത് നിന്റെ ഗ്യാങ്ങിന്റെ കൈ വീട്, നിന്റെ കൈ വീട്. മനസ്സിലായോ മൊണ്ണേ? മനസ്സിലായ? പറഞ്ഞതാണ്. ഇതിപ്പോ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം? നമ്മള് നമുക്ക് ഇവന്റെ ബുദ്ധിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ല, അത്ര തരം താഴ്ന്ന ബുദ്ധി അവന്റെ. എടാ ഞാൻ ഇത്ര പറയുന്നുള്ളൂ. എടാ കുട്ടാ ഇത്രേ ഉള്ളു. നീ ഒറ്റയ്ക്കാ നിക്കുന്നേ, നിന്റെ അടുത്ത് 5 പേര് വന്ന് സംസാരിക്കുക, അല്ലെ കൊണയാവുമ്പത്തേക്ക് നീ ഒറ്റയ്ക്ക് സംസാരിക്കാതെ അവോയ്ഡ് ചെയ്ത് പോണം. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ 5 പേർക്കാണ് അവിടെ പവർ. നിന്നെ ഒന്നേയും മറ്റേ നാവുബലം കൊണ്ട് അടിച്ചിടുകയും ചെയ്യും, അതുപോലെ തന്നെ ഇതുപോലെ അടിച്ചിട്ട് ഇതുപോലെ ഇവിടെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുകയും ചെയ്യും. എന്റെ അടുത്ത് 5 പേര് സംസാരിക്കാൻ വരുവാണെങ്കിൽ മനസ്സിലായി, ഞാൻ മനസ്സടിച്ചു, ഓടാ ഞാൻ കർണനാ, റോക്കിയാ, ഒറ്റയ്ക്ക് മോൺസ്റ്ററാ, ഇതൊന്നും പറഞ്ഞ് ഞാൻ നിൽക്കത്തില്ല. ഞാൻ അവന്റെ അടുത്ത് മാറിയിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ റേഡിയോ എടുത്തൊരു ബാക്കപ്പ് കോളെല്ലാം കൊടുക്കണം. കാരണം നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നീ ബാക്കപ്പ് വിളിച്ചാലും ഒരു പട്ടിയും വരാൻ പോകുന്നില്ലെന്ന്. അതായിരുന്നു നീ അവിടെ നിന്ന് കൊണ്ടടിച്ചത്. അതുപോലെ തന്നെ എന്തൊരു കഷ്ടമാണ്. ലീഡറിനെ പറഞ്ഞില്ലേ, അവൻ ഒരു പാവം പിടിച്ചാണ്. എനിക്ക് അവനെ അറിയാന്നേ, ഒരു പാവം പിടിച്ചാണ്.
അവനെ ഒന്നും പറയല്ലേ, ഞാൻ അതാണ് ലീഡറിനെ പറയാത്തത്. അവൻ സിറ്റി പോലും ഇല്ലായിരിക്കും, ചുമ്മാ അവനെ കിടന്ന് പറയല്ലേ. ഇവ ഹോസ്റ്റേജ് ആണോടാ? ഇവ ഹോസ്റ്റേജ്, ഇവ ആരടാ ഇവൻ? ഇത് മിണ്ടാനും പറയും. ഇനി മിണ്ടുന്നില്ല കേട്ടോ. ഇവന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മെസ്സാന്നാടാ ഇവ അടിക്കുന്നത്. എന്തിനാണോന്ന് വെച്ചോ, ഇതിപ്പോ എപ്പോഴും ഇവന്റെ ടൈം തുടങ്ങുന്നേ നോക്ക്. ഇവന്റെ ടൈം ഇവന്റെ കുണം വെച്ചിട്ട് തുടങ്ങി പോലും കാണത്തില്ല ഇവന്റെ ടൈം വെച്ചിട്ട്. നീ ഫിയർ കാണിക്കുമ്പോഴാണ് നിന്റെ ടൈം തുടങ്ങുന്നത്, അത് നീ ആലോചിച്ചോ. നീ ഫിയർ കാണിക്കുമ്പോഴാണ് അപ്പൊ തൊട്ടാണ് നിന്റെ ടൈം തുടങ്ങുന്നത്. നീ അങ്ങനെയാണെങ്കിൽ 2 വർഷം ഇവിടെ ഇരിക്കേണ്ടി വരും. നിനക്ക് പിന്നെ ഗ്യാങ്ങിലൊന്നും കളിക്കാൻ പറ്റൂല. നീ ഇവിടെ ഇരിക്കും മോസ്റ്റ്ലി ആയിട്ട് ദിവസവും. കൊരുത്തോടാ നിങ്ങളൊക്കെ അനങ്ങാൻ തയ്ക്കുന്നേ. പറഞ്ഞോട്ടെ. ഫിയർ ഉണ്ട്. ഇല്ല എനിക്ക് ഫിയർ. എടാ ഇവൻ ആക്കുവാടാ, മനസ്സിലായി? ഇവൻ ആക്കുവാ ഇവന്റെ. കൊടുക്കടാ വട്ടത്തിന് ഇവനെ വെറുപ്പിക്കാം. അല്ലല്ല ഇവ ആക്കുന്നല്ലേ, നമുക്ക് തിരിച്ചു പിന്നിട്ടങ്ങ് വെറുപ്പിക്കാം. മാവാ എടാ വട്ടത്തി എല്ലാം കൂടെ ഇട്ട് പറ. വട്ടത്തി എടാ സാർക്ക് എല്ലാം കൂടെ വട്ടത്തിട്ട് പറ. തെറി വിളിക്കാത്ത രീതിയിൽ ഇന്റർ വട്ടത്തി പറ. എടാ കണ്ടി KGF-ലുള്ള എല്ലാരും മിസ് ചെയ്തൊരു സീനുണ്ട്. എന്താ അറിയാവോ? റോക്കി ബൈ കക്കൂസ് എഴുതുന്നൊരു സീൻ. മനസ്സിലായോ? അത് നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാം കേട്ടോടാ. കണ്ടി എടാ നിനക്ക് പിന്നെ വായിലെന്തേലും ഇരിക്കാൻ പറ്റത്തില്ലല്ലേ? അത് ശീലമായിപ്പോടാ. വായിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും തരണം, അല്ലെങ്കിൽ അല്ല വലുതായിട്ട് വേറെ എന്തെങ്കിലും വേണോ? മുട്ടായിയോ പഴമോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട്. വേറെ എന്തെങ്കിലും വേണോടാ? ഇല്ലല്ല ഞങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്? നിനക്ക് വേണോന്നല്ലേ ചോദിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, നിനക്ക് വേണോന്ന് വെച്ചാൽ വേണ്ട. മനസ്സിലായോ? അത് പറഞ്ഞാൽ കഴിച്ചോ കുടിച്ചോ പറയണ്ട. പിന്നെ ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവർക്കും സുഖമൊക്കെ ആണോ? ആ ഓക്കെ. അപ്പം നിന്നെ പോലെ ഈ സ്വഭാവമുള്ള എത്ര കണ്ടികളുണ്ടാ ഗ്യാങ്ങില്? എന്തായിരുന്നു വളി വീട്ടിൽ നിന്നല്ലേ? അത് അവരുടെ ഗ്യാങ്ങിന്റെ സ്പെഷ്യാലിറ്റി ആണ്. അവര് പറഞ്ഞില്ലേ? നീ കേട്ടില്ലേ? നീ അത് കേട്ടില്ലേ? അവന് വായിലൊന്നും ഇല്ല പറ്റത്തില്ല. അവൻ പറഞ്ഞോ വായിലൊന്നും ഇല്ല പറ്റത്തില്ല. പഴമെല്ലാം വേണോടാ? കുറച്ചു മുമ്പേ വായി 5 ബുള്ളറ്റും ഉണ്ടായിരുന്നു. ചിരിക്കുമ്പോ ബുള്ളറ്റ് ആയിരുന്നു കാണുന്നത്. ഹലോ ആ കണ്ണാപ്പിയാണ്. കണ്ടേ നീയേ? ഞാൻ ഒന്നും പറയല്ല, ഞാൻ സിറ്റുവേഷനിൽ വിളിക്കാം. എന്തുപറ്റാ? അവനെന്ത് പറ്റിയടാ? പെട്ടെന്ന് എന്ത് പറ്റി? പെട്ടെന്ന് ഒരു ഇമോട്ട് കൈ കിട്ടി. ഓ അങ്ങനെ മാസമായല്ലേ അവൻ? മാസമായല്ലേ? എന്താ നിന്റെ സാമാനം ഞാൻ നോ കീബോർഡിലോട്ട്. അവന്റെ ഇമോട്ട് ഫേവറേറ്റ് എന്താടാ? ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നീ പറയുന്ന കൂടെ ആലോചിക്കട്ടെ. ഏടാ നീ ഇതൊക്കെ വൈഎസോ ബാബാ കക്കുസേന ബാബാ അതിന് ബാബാ റോക്കി വാ കക്കുസേന ബാബാ ഹലോ പറഞ്ഞോ. ഫിറോസിനെ വേണ്ട, നീ പുള്ളിയെ പിടിച്ചു വെച്ചോ. വേണ്ട. എന്തിന്? അല്ല ബ്രോ വിളിക്കല്ലേ ബ്രോ, സിറ്റുവേഷനിലാണ് കേട്ടോ. ഞാൻ നല്ല വിളിച്ച് ഞാൻ 10 കുടുംബത്തിൽ ഞാൻ വെച്ച് വിളിക്കും കേട്ടോ. 10 കുടുംബത്തിൽ ഇതിന്റെ. ശരി പറഞ്ഞോ. വേണ്ട. നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഒരാള് അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് നിന്റെ കണ്ണിന് പ്രശ്നമുണ്ടോടാ മോനെ? നിന്റെ മുമ്പ് ഇത്രയും പേര് പോകുന്നതിനെ കാണാൻ പറ്റിയേ?
ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി. നടക്ക നേരെ നടക്കേ. വലിയ സിറ്റിയിലെ ഞാൻ പറഞ്ഞിട്ട് കേറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എടാ നിന്റെ അച്ഛന്റെ അണ്ടി ഫിറോസിന്റെ പോണ പന്ന. ഹലോ ബ്രോ, കേറിയോ. ആ ബ്രോ, അത് വേറെ കോൾ അത് കോളിൽ വന്നു. ഹലോ ബ്രോ, കേക്കാവോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, കൂടുതലാണ്. അല്ലല്ല, ബ്രോ എടുത്തല്ല, ഞാൻ കോളാണ്. ബ്രോ ഞാൻ പറയട്ടെ, കേറുന്നതിനും ഇതുണ്ട്. നല്ല ഐശ്വര്യമുള്ള കക്കൂസ. ഇത് കഴിയുവന്മാരെല്ലാം ഫേമസാ, വന്നവന്മാരെല്ലാരും ഫേമസാ. വിൻസെന്റ് എല്ലാരും ഫേമസാ. കേറിക്കോ. വലതുകാലം ചേർ. ഒരുത്തൻ വന്ന് സിറ്റിയില് ഒരു ഗ്യാങ് ഹൗസിന്റെ കക്കൂസ് കഴിയുമെന്ന് പറഞ്ഞാൽ അതിലും വലിയ തീട്ടപ്പരിപാടി അറിയില്ലല്ലേ. ഓ, ഫ്ലഷ് പോലും അടിച്ചില്ലേ? സോറി, ലാസ്റ്റ് ഒരു അമ്പി ഒന്ന് കഴിക്കാം. ഓക്കെ. ഫ്ലഷ് പോലും അടിച്ചില്ലല്ലോ. കഴിട്ടോ കുരിഞ്ഞ് കഴിട്ടോ. ഇരി അവിടെ തുടങ്ങിയോ പരിപാടി തുടങ്ങിക്കട്ടാ. അങ്ങനല്ല, അയ്യോ അങ്ങനല്ല. രണ്ടാമത്തെ ക്ലീൻ അതല്ല ക്ലീൻ ടു. മറ്റേ ക്ലീൻ ഒന്നും അറിയാത്ത പോലെ നീ അടിക്കല്ലേ ഷഡ്ഡി. എടാ റോക്കി, എടാ ഒരു താടി കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ് റോക്കി ബൈ ആണ് കേട്ടോ. നീ കുഴപ്പമില്ല. റോക്കി വേണ ചെറുപ്പക്കാരാ. എടാ നീ ഇതിനു മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ടോടാ? പിന്നെ നമ്മുടെ മറ്റേ സാർ അയൽക്കൂട്ടത്തിലെ ഇവനെ ഓക്കെ അല്ലേ? പാവയുണ്ട്. പാവയില്ലെങ്കിൽ അവന് പറ്റത്തില്ലല്ലോ. അതെങ്കിലും വേണ്ടേ ബ്രോ? ഭംഗിയായിട്ട് കഴിയും. ഷാഗി എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഷെയർ ചെയ്യോ, ഓരോന്നൊക്കെ ഷെയർ ചെയ്യും. എങ്ങനെയുണ്ട് ആ ഒരു ഫീലൊക്കെ? സംസാരിക്കാം. നീ ഇപ്പൊ സംസാരിച്ചോ? നമ്മൾ പറയുമ്പോ സംസാരിക്കാം. ഇല്ല. ഇവിടെ നമ്മുടെ ഗ്യാങ്സിലെ പട്ടി തൂർന്ന ആക്കൂസ. പട്ടിക്ക് ഫ്ലഷ് അടിക്കാൻ അറിഞ്ഞൂടല്ലോടാ. അകത്തോ, വീടിനകത്തോ? നമ്മുടെ പട്ടി ഡോഗ്സിനെ വളർത്താറുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റേ റിയൽ പട്ടിയല്ലേ വളർത്താറുത്? നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ കുറെ എണ്ണം, നീ ഉൾപ്പെടെ. നീ മെസ്സ് അടിക്കുന്നത് ഓരോ മെസ്സിലും നിന്റെ നമുക്ക് തരാം. നീ തുടക്കടാ. നീ തുടക്ക്. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? കണ്ടറിഞ്ഞൂടെ? അപ്പൊ മറ്റേ ആദ്യത്തെയാണത്. അപ്പം മറ്റേ ഈ സംസാരത്തിന് അവൻ ഐഡിയ, പുതിയ ഐഡിയ. വേണ്ട. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടാ. നീ ഏതാ കേട്ടാ മതി, അതിന് തിരിച്ച് കൗണ്ടർ പറയണ്ട. ഹലോ, പിന്നെ നിനക്ക് ഇത് കണ്ടിട്ട് ഇത് നമ്മള് വീഡിയോ ഒന്ന് എടുത്ത് നമുക്ക് മറ്റേ പുള്ളിക്ക് അയച്ചു കൊടുത്ത്. നിനക്ക് പ്രൊമോഷൻ ഉണ്ട് കേട്ടോ, കൊളാബ്. ഹാർപ്പിക്കായിട്ടായിരിക്കും. അബ്ബാസ് വരും കേട്ടോ കൂടെ. ഹാർപ്പിക്കിന്റെ കൊളാബാണ് എനിക്ക് കിട്ടിയത്. അപ്പം വെൽക്കം. പിന്നെ പൈസ ഒന്നും ഇല്ല, കഴുകി കൊടുക്കുക. കഴുകി കൊടുത്താൽ 250 രൂപ വരും. പിന്നെ ഒരു ക്ലോസറ്റ് ഫ്രീ. നിന്റെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരണം വെക്കാം. എന്തൊരു ഗതികേടൊക്കെയാണ് മുതുക്കി മര്യാദക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരാളുടെ ഉയർച്ചയും താഴ്ചയൊക്കെ പെട്ടെന്നായിരിക്കും. സ്വന്തം വീട്ടിലെ അല്ലല്ല, ഇങ്ങനെ പുറപ്പെട്ട് കാണിക്കുമ്പോഴേ ബാക്കിയുള്ളവർ കൊണ്ട് ഇങ്ങനെ കഴിക്കത്തില്ലോ. ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണോ ബ്രോ? ഉണ്ടാവും. എന്തായിരുന്നു പേര്? റോക്കി. നിന്റെ പേരെന്തായിരുന്നു? മാത്രാണോടാ? വേറെ ഇതൊന്നുമില്ല, വെള്ളി അങ്ങനൊന്നുമില്ല. എന്താ ഷാഗി മെയിനോ? ഓ എന്താണ് മെയിനോ? എടാ ഞാൻ പറയട്ടെ, ഇപ്പൊ പേര് കറക്റ്റായി. കറക്റ്റായി. മെയിൻ കക്കൂസ് മെയിൻ. കറക്റ്റ് എക്സാക്ട്. അറിഞ്ഞിട്ട് വരാണ് കേട്ടാ. എന്തൊരു ജീവിതമാണോ നിന്റത്? ലക്ഷറി കക്കൂസ് കഴിയുന്നു. എന്തൊക്കെ ജീവിതമാണിത്?
ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളത്. അയ്യോ എടുത്തപ്പോ തൊട്ടുള്ളതാണ് 3 മിനിറ്റ് കൂടെ ഉള്ളത്. അല്ലല്ല നമ്മള് ഗ്യാങ്ങിന് എന്തിനാണ് എടുത്തത്? നിന്നെ എന്തിനാ ഗ്യാങ്ങിന് എടുത്തേ? ഗിവ് അവേ എടുത്താണോ നിന്നെ? അല്ലല്ല വിജയ് എങ്ങനെ 21 ആകുമ്പോഴത്തേനും ഇറക്കി വിടാടാ. അതോ ഇങ്ങനെ കുനിഞ്ഞപ്പോ വന്ന് ഞാൻ വരട്ടെ. എടാ ദൈവത്തെ വിളിച്ചാൽ ചോദിക്കടാ. ദൈവത്തെ വിളിച്ചാൽ ചോദിക്ക്. ദൈവത്തെ വിളിച്ച് ചോദിക്കാം എത്ര മിനിറ്റ് എന്താ വരട്ടെ. അല്ല ഇവനെ കത്തിക്കണം. ഇവനങ്ങ് പോട്ടറാ. ഇവനെ ഓടിപ്പോട്ടെ. ഇവ ആ തീട്ട കറകളൊന്നും അമ്മാറത്ത് ചെല്ലണം. മനസ്സിലായോ? അവനെ ഇറങ്ങിക്കൊണ്ടോടാ. കണ്ണാപ്പിയല്ലോ ഓ എന്തോ ദൈവം എത്ര മിനിറ്റ് ഉണ്ട്? 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ ഓക്കെ. അതെന്താ അങ്ങനെ? മറ്റേ ഇതിപ്പം ഫിയർ കാണിക്കുന്ന തൊട്ടല്ലേ? എങ്ങനെയാണ് ഇപ്പൊ അത്? അതില് നമ്മളിപ്പോ കറന്റ് ആള് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതായിട്ടുണ്ട്. നോർമൽ ഫിയർ ചെറിയ ടൈം ഇതാക്കിയിട്ടുണ്ടല്ലേ? നമ്മള് ഡിഫറൻസ് ഒന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. കറന്റ് ഉള്ള ടൈം വേണം നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ വിട്ടുകൂടാ ഈ സ്ഥിരം വരേണ്ടവരും ഇങ്ങനെയാണ് ഈ പോക്കാണ് നീ സ്ഥിരം വരേണ്ടി വരും. ഇറങ്ങ് വാ ഇറങ്ങ്. തീട്ട മണം കേട്ടാ. പട്ടി തീട്ട മണം കേട്ടാ. വാ ഇറങ്ങ് വെളിയിറങ്ങ്. നടക്ക് കഴിഞ്ഞ വട്ടം കക്കൂസ് കഴിഞ്ഞ അത്ര വൃത്തിയൊന്നും ശരി അത് സത്യം. ബാബാ നടക്ക്. ഓക്കെ എന്തൊരു പറയാനാന്ന് പറ. എടാ ഞാൻ ഒരു കാര്യട്ടെ. ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെ ഇതാക്കാൻ പറ്റോടാ? അല്ല ഇതിപ്പോ നാളത്തേക്കൊന്ന് മാറ്റാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. 24 മണിക്കൂർ വരെ കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. ഓക്കെ. പുറത്തിറങ്ങിട്ട് നീ ഇട്ടോ പോയി എന്താ ചെയ്തോ. നാളെ ടൂറിനെ ഉണ്ടോ? നാളെയാണ് ടൂർ സ്റ്റാർട്ടിങ്. നാളെയാണ് ടൂർ സ്റ്റാർട്ടിങ്. അപ്പൊ നാളെ അടിക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും ഉണ്ടല്ലേ? നിങ്ങളെന്താ അപ്പൊ നാളെ ടൂറിനെന്ന് പറയുന്നേ? എനിക്കുണ്ട്. ഇന്ന് അടിക്കുവാണ്. ഇന്ന് പോയോ? ഇവനെന്താ ഭയങ്കര മാസമായിട്ട് നടക്കുന്നു ഈ മാണം. ഉടുപ്പില്ല ഓടാൻ പറ. ഉടുപ്പില്ല ഓടാൻ പറ. ഉടുപ്പില്ല നീ പരിസരത്ത് കറങ്ങിയാണല്ലോ. ഇല്ലില്ല ഇന്ന് നമ്മളെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ സിറ്റുവേഷൻ ആളുണ്ടോ ചോദിച്ചാൽ എല്ലാരും ഉണ്ടായിരുന്നു.